വേനലവധി ആരംഭിച്ചതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വിനോദസഞ്ചാരികളാണ് ചുണ്ടയിലെ ലാലാ പാർക്ക് സന്ദർശിക്കാൻ എത്തുന്നത്. കേരളത്തിൽ ഇനി ആര് അധികാരത്തിൽ വരും? ലാലാ പാർക്കിലെ സന്ദർശകരോട് നമുക്ക് ചോദിച്ചറിയാം. കേരളത്തിൽ ഇനി ആരായിരിക്കും അധികാരത്തിൽ വരിക? കേരളത്തില് ഇപ്പോഴത്തെ സ്ഥിതി വെച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ LDFനാണ് മുൻതൂക്കമുള്ളത്. തുടർഭരണം ഉണ്ടാവും എന്നാണ്, അതിനാണ് ചാൻസ്. UDF ആയിരിക്കും. എന്തുകൊണ്ടാകുമ്പോ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വേണ്ടേ, അത് തന്നെ കാരണം. കേരളത്തില് ഇനി ഏറ്റവും കൂടുതൽ വോട്ട് ആരാ ലഭിക്കുന്നത് അവരായിരിക്കും വരുന്നത്. ആര് വരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ആര് വന്നാലും നമ്മൾ സഹിച്ചേ പറ്റൂ. 5 കൊല്ലം LDF നിൽക്കുന്നത്, പിന്നെ UDF വരട്ടെ, എല്ലാവരും ചാൻസ് വേണ്ടേ. അപ്പൊ UDF ഉറപ്പിച്ച്. LDF ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ UDF തെളിയിക്കണം. അങ്ങനെയല്ല, UDF നഷ്ടമായിരിക്കും. LDF വരണം എന്നാണ് ആഗ്രഹം. തുടർഭരണം വരട്ടെ. പിന്നെ ഡിപ്പെൻസ് അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയോളജി അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി നോക്കാം നമുക്ക്. അതിനനുസരിച്ച് എന്തായാലും 9th അറിയാലോ. എന്തായാലും 10 വർഷം LDF ഭരിച്ചില്ലേ, ഇനി UDF ഭരിച്ചിട്ട് നമുക്ക് എന്താന്ന് നോക്കാലോ. അവര് എന്താന്ന് നോക്കട്ടെ, അത്ര തന്നെ. എല്ലാവർക്കും വേണ്ട ചാൻസ് കൊടുക്കുക തന്നെ. വികസനം എല്ലാവരും പറയുന്നുണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പുകാരും പറയുന്നുണ്ട് വികസനം. അതെ, ഞമ്മക്ക് സാധാരണക്കാർക്ക് ഏതാണ് അനുഗ്രഹം ഉള്ളത് അത് അവർ വികസിക്കട്ടെ. UDF ഏക്കരം. അത് എനിക്കറിയില്ല. ഇന്നാളത്തെ വലിയ UDF ജയിച്ചപ്പോ ചിലപ്പോ LDF ആവാം. UDF. UDF ആവാൻ സാധ്യത. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവേ ഉള്ളൊരു അഭിപ്രായം UDF വരുന്നത്. രാഷ്ട്രീയപരമായിട്ടൊന്നും നമുക്ക് ഒരു ഇതില്ല, ഐഡിയ ഇല്ല. UDF ആവാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പല്ലേ, തീർച്ചയായിട്ടും UDF 100-ൽ കൂടുതൽ സീറ്റ്. എന്തുകൊണ്ടാ? തുടർഭരണം ഒരിക്കലും വരത്തില്ല. UDF തൂത്തുവാരും 100-ൽ കൂടുതൽ സീറ്റ്. ഓക്കെ.